ഇംഗ്ലീഷിൽ വേണം മലയാളത്തിൽ വേണം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യം ഡെവലപ്പ് ചെയ്ത റോബോട്ടുകളുടെ മോഡലുള്ളത് നോക്കാം. ഈ റോബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ടൈപ്പ് റോബോട്ടിനാണ്, അല്ലെങ്കിൽ സ്റ്റേഷനറി എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് എന്താ, കാലിൻ്റെ അത് അനങ്ങൂല, ഞാൻ ഒരു ഫിക്സഡ് പോയിന്റായിരുന്നു. നേരെ മറിച്ച് വേറെ നിങ്ങൾ അപ്പുറത്ത് കാണാൻ വാക്കുകളല്ല അധികം, അതിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോബോട്ടിനെ നമ്മൾ മൊബൈൽ റോബോട്ട്സ് എന്ന് പറയും. ഈ റോബോട്ട്സിനെ നമ്മൾ സ്റ്റേഷനറി റോബോട്ട്സ് എന്ന് പറയും. അവിടെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അത് മൊബൈൽ റോബോട്ട്സാണ്. മൊബൈൽ റോബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് ഉണ്ടല്ല ഫിക്സ്ഡ്. ഈ മൊബൈൽ റോബോട്ട് തന്നെ പലതരം. ലെഗ്ഡ് റോബോട്ട്, 4 റോബോട്ട്, 2 കാലുകളുണ്ട്, 4 കാലുകളുണ്ട്, 6 എണ്ണങ്ങളുണ്ട്. 2 എണ്ണമുള്ളതിൻ്റെ എക്സാമ്പിൾ നമ്മളെ പോലെ തന്നെ. അതിന് നമ്മൾ ബൈപ്പെട്ട് എന്ന് പറയും. 4 കാലുകളിൽ ക്വാഡ്രപ്പെട്ട് എന്ന് പറയും. പിന്നെ 6 എണ്ണത്തിനുള്ളിൽ സപ്പോർട്ട് എന്ന് പറയും. 8 എണ്ണത്തിന് ഒക്ടാപോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ 2, 4, 6, 8 ഇതിൻ്റെ പ്രത്യേകത എന്താണ് ശ്രദ്ധിച്ചത്? ഈവൻ നമ്പറാണ്. ഓഡ് നമ്പേഴ്സ് ഇല്ല. എന്തായിരിക്കും കാരണം? ബാലൻസിൻ്റെ ഇഷ്യൂ ഒക്കെ. നിങ്ങളാരെങ്കിലും 3 കാലുള്ള പട്ടികയുണ്ട്, 4 കാലുകളാണ്. ആക്ച്വലി നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നേച്ചറിൽ നിന്ന് ഇമിറ്റേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ലെഗ്ഡ് റോബോട്ട്, ഇനി അതല്ലാണ്ട് വീൽഡ് റോബോട്ട്, ചക്രം വെച്ചിട്ടാണ്. ഓക്കെ, അത് തന്നെ 2 വീലുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ഡാമേജ് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ 2 വീല് എന്ന് പറയുമ്പോൾ 2 വീല് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ 2 വീല് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ സൈക്കിളൊക്കെ പറയുന്നത്. ഓക്കെ, ഈ 2ൻ്റെ കേസിലും ബാലൻസിൻ്റെ പ്രശ്നം. പിന്നെ 3 വീലുകളുണ്ട് നമ്മൾ ഓട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ 2 വീല് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കൊടുക്കും. മുമ്പിലുള്ള വീല് ഡയറക്ഷൻ നമ്മൾ ഓട്ടോറിക്ഷ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ. പിന്നെ 4 വീലുകളുണ്ട്. അതാണ് വീലിൻ്റെ റോബോട്ട്സ്. ഇനി അതല്ലാണ്ട് വേറൊരു തരം റോബോട്ട്സാണ് ട്രാക്ട് റോബോട്ട്. ട്രാക്ട് വീൽ റോബോട്ട് നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുന്ന ടാങ്കുകളാണ്. അതിൽ വീലിന് പകരം ഒരു ബെൽറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീൽഡ് ആയിട്ടുള്ള റോബോട്ടിന് ഈ എന്താ പറയുക, നമുക്ക് ഫ്ലാറ്റായ സർഫസിൽ പോകാൻ എടുക്കാം. പക്ഷെ നേരെ മുറിച്ച് കഴിഞ്ഞാൽ കുഴിയും അൺഈവൺ ആയിട്ടുള്ള നമ്മൾ കറക്റ്റ് ഫ്ലാറ്റൊന്നും അല്ലാത്ത സ്ഥലത്ത്, അതായത് മണലും മണ്ണും ഒക്കെ അങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് പോകാൻ വളരെ പ്രയാസമാണ്. അങ്ങനത്തെ സ്ഥലത്ത് വളരെ എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് റോബോട്ട് നമ്മൾ ഇനി അവിടെ കാണാം. പിന്നെ കാണുന്നത് പറക്കാൻ പറ്റുന്ന റോബോട്ട്. നമ്മൾ ഡ്രോൺ എന്ന് പറയുന്നത് സാധാരണ. അതിന് നമ്മൾ ടെക്നിക്കൽ നെയിമിൽ നമ്മൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാണ് പറയുക. അൺമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനില്ലാത്ത, ഏരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ എന്നാണ് പറയുന്നത്. അതുപോലെ അണ്ടർ വാട്ടർ വെഹിക്കിളുണ്ട്. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിൽ. ഇപ്പോൾ നമ്മൾ ഡാമിലൊക്കെ വെള്ളമുള്ള സൈറ്റുണ്ട് ഡാമിൽ. അപ്പോൾ അവിടെ സിമെൻ്റൊക്കെ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ അതിനകത്ത് ക്രാക്ക് വന്നാൽ വെള്ളം നീക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് എന്ത് ചെയ്യും, ഇതുപോലെയുള്ള അൺമാൻഡ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ വെഹിക്കിൾസ് ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇവിടെ കാണും. ഓക്കെ, ഇതിലല്ലാണ്ട് വേറെയും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്.